രാമന്തളി വടക്കുംപാട് കോയിത്തട്ടയിലെ ഒരു കുടുംബത്തിലെ 4 പേരുടെ കൂട്ടമരണം നാടിനെ നടുക്കുമ്പോൾ മരിച്ച കലാധരൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഈ ദുരന്തത്തിന് പിന്നിലെ കുടുംബ വഴക്കിന്റെയും നിയമയുദ്ധത്തിന്റെയും ആഴം വ്യക്തമാക്കുന്നതാണ് കുറിപ്പ്. ഭാര്യ നയൻതാരയും അവരുടെ അമ്മയും സഹോദരനുമാണ് മരണത്തിന് ഉത്തരവാദികളെന്ന് കുറിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട്. ജീവിക്കാൻ അനുവദിക്കാത്ത വിധം മക്കളെ മറയാക്കി തന്നെയും കുടുംബത്തെയും ഭാര്യയുടെ വീട്ടുകാർ തേജോവധം ചെയ്തു. കുടുംബത്തെ ആകെ തകർക്കാൻ പിതാവ് ഉണ്ണികൃഷ്ണനെതിരെ വ്യാജ പോക്സോ കേസ് നൽകി അപമാനിച്ചു. ആത്മഹത്യ ചെയ്യുന്നതിനുള്ള കാരണങ്ങളും മക്കളെ ഭാര്യ വീട്ടുകാർ ഉപദ്രവിച്ചതിന്റെ തെളിവുകളും മൊബൈൽ ഫോണിലുണ്ടെന്ന് കത്തിൽ പറയുന്നു. ഫോൺ തുറക്കാനുള്ള ലോക്ക് പാറ്റേൺ പോലും കുറിപ്പിൽ വരച്ചു വച്ചിട്ടുണ്ട്. മക്കൾക്ക് അമ്മയുടെ കൂടെ പോകാൻ താല്പര്യമില്ലാതിരുന്നിട്ടും അത് പരിഗണിക്കാതെ കോടതി വിധി വന്നതാണ് കലാധരനെ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചത്. കലാധരൻ 38 വയസ്സ്, അമ്മ ഉഷ 60 വയസ്സ്, മക്കളായ ഹിമ 5 വയസ്സ്, കണ്ണൻ 2 വയസ്സ് എന്നിവരാണ് മരിച്ചത്. കുട്ടികൾക്ക് പാലിൽ കീടനാശിനി കലർത്തി നൽകിയ ശേഷമാണ് കലാധരനും ഉഷയും തൂങ്ങി മരിച്ചത്. കുട്ടികളുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ അമ്മയെ കാണിച്ചു. തുടർന്ന് 4 പേർക്കും നാട്ടുകാർ വിങ്ങുന്ന വേദനയോടെ രാമന്തളി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വൈകിട്ട് 7 മണിയോടെ 4 പേരുടെയും സംസ്കാരം നടന്നു. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ കലാധരന്റെ പിതാവ് ഉണ്ണികൃഷ്ണൻ എത്തിയപ്പോഴാണ് വീട് അകത്തുനിന്നും പൂട്ടിയ നിലയിൽ കണ്ടത്. പോലീസ് എത്തി വീട് തുറന്നപ്പോൾ മുതിർന്നവർ തൂങ്ങിയ നിലയിലും മക്കൾ നിലത്ത് കിടക്കുന്ന നിലയിലുമായിരുന്നു. കുട്ടികളെ വിട്ടുകിട്ടാൻ നയൻതാര പോലീസ് സഹായം തേടിയതിനെ തുടർന്ന് മക്കളെ ഹാജരാക്കാൻ പോലീസ് ഉണ്ണികൃഷ്ണനെ ഫോണിൽ വിളിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂട്ടമരണം നടന്നത്. അതിനു പുറമെ കുട്ടികളെ ഭാര്യയ്ക്കൊപ്പം വിട്ടയക്കാൻ കോടതി വിധിച്ചതോടെ ആകെ പ്രതിസന്ധിയായി. കുട്ടികൾക്ക് അമ്മയുടെ വീട്ടിൽ പോകാൻ താല്പര്യമില്ലായിരുന്നുവെന്ന് കലാധരന്റെ ബന്ധുവായ ബാലു മാധ്യമങ്ങളോട് പറഞ്ഞു. അമ്മയുടെ വീട്ടിൽ പോയാൽ അവർ കൊല്ലും അച്ഛ, എനിക്കങ്ങോട്ട് പോകണ്ട എന്ന് മകൾ ഹിമ പറഞ്ഞിരുന്നതായി ബന്ധു വെളിപ്പെടുത്തി. അമ്മയുടെ വീട്ടിൽ കുട്ടികൾക്ക് കൃത്യമായി ഭക്ഷണവും വസ്ത്രവും ലഭിച്ചിരുന്നില്ലെന്നും അച്ഛനൊപ്പം നിൽക്കാനായിരുന്നു അവർക്ക് താല്പര്യമെന്നും ബന്ധുക്കൾ പറയുന്നു. കലാധരനെയും മക്കളെയും ഭാര്യ നിരന്തരം ബുദ്ധിമുട്ടിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. മക്കളെ അമ്മയ്ക്കൊപ്പം വിട്ടു നൽകണമെന്ന കോടതി ഉത്തരവ് കലാധരനെ മാനസികമായി തകർത്തിരുന്നതായി സംശയിക്കുന്നുണ്ട്. ഓട്ടോ ഡ്രൈവറായ ഉഷയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ജോലി കഴിഞ്ഞ് 9 മണിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് വീട് അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ കണ്ടത്. സിറ്റൌട്ടിൽ നിന്ന് ഒരു ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചതോടെ അദ്ദേഹം ഉടൻ പോലീസിനെ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി വീടിന്റെ വാതിൽ തകർത്ത് ഉള്ളിൽ കടന്നപ്പോഴാണ് 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്.